അല്ല ഈ പ്രേമേട്ടൻ കൊണ്ട് ഒരു ഓർമ്മക്കുറിപ്പ് ഇങ്ങനെ എഴുതി, ഞാനും എന്റെ അനിയൻ നീലനും KR വേലായുധനും കൂടി ഉമിക്കരി താടി വെച്ച് കളിച്ചിരുന്ന ഒരു നാടകകാലത്തിൽ നിന്നാണ് എന്റെ നാടക ജീവിതത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിരുന്നു. അപ്പോ പ്രേമേട്ടനെ പോലെ ഒരാളുടെ പഴയ നാടകകാല ജീവിതത്തെ കുറിച്ച് അറിയാൻ എപ്പോഴും ഒരു തലമുറയല്ല ഞാൻ വിശ്വസിക്കുന്നു, തലമുറകൾക്ക് താല്പര്യം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ നാടക രംഗത്ത് ഞങ്ങളൊക്കെ ഈ നാടകം കുറച്ച് പ്രാന്തായി നടക്കുന്ന കാലം തൊട്ട് ഏത് കാലത്തും ഒരു നാടക രംഗത്ത് അധികായന്മാരിലെ ഇന്നത്തെ തലമുറയിലെ ഒരു അഗ്രഗാമി എന്നുള്ള നിലയ്ക്ക് പിന്നെ അത് അങ്ങനെ ഒരു തലമുറ ഉണ്ടായിരുന്നു. അതായത് ഒരു വേഷം ചെയ്യുമ്പോൾ രംഗത്തിന് അടക്കി വാഴുന്ന രീതിയിൽ സാന്നിധ്യം പ്രകടിപ്പിക്കുന്ന നടന്മാരില് ഇപ്പോ നമുക്ക് കാണാനും അല്ലെങ്കിൽ നാടക താല്പര്യമുള്ള ഒരാൾക്ക് പഠിക്കാനും അഭിനയം താല്പര്യമുള്ള ഒരാൾക്ക് നടന്റെ സാന്നിധ്യം കൃത്യമായിട്ട് വേദിയിൽ വെളിവാക്കുന്ന രീതിയിലുള്ള ഒരു അഭിനയം കാണേണ്ട ഒരാൾക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ ദോഹയിലെ വേദിയിൽ ഒഥല്ലോ കാണണമെന്ന് നാടക കാര്യം മുഴുവൻ വിളിച്ച് ചീത്ത പറയുന്ന പോലെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു ആളുടെ ആദ്യകാല നാടകത്തെ കുറിച്ചറിയാൻ എപ്പോഴും താല്പര്യം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആദ്യം നാടകങ്ങൾ അങ്ങനെ കളിച്ചു തുടങ്ങി അതിന് വളരെ നിയതമായൊരു സ്ക്രിപ്റ്റോ അതോ നിങ്ങൾ തന്നെ എഴുതിണ്ടാക്കിയ സ്ക്രിപ്റ്റുകളായിരുന്നു? അല്ല, അത് ഒരിക്കലും എഴുതിണ്ടാക്കിയ സ്ക്രിപ്റ്റും അല്ല. ഇപ്പൊ ഞാൻ ഈ നേരത്തെ ഏതോ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന സാധനം തന്നെ, ഈ ഉമിക്കരി അച്ഛന് ആ സമയത്ത് എന്റെ വീട്ടിൽ നാടകം കഴിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ വിജയാനുണ്ട്, MS ബാബുരാജ് അദ്ദേഹമുണ്ട്, നമുക്ക് മറ്റേ ചെറുകാണ്ട് നമ്മളൊന്നും നാടകം കഴിച്ചാണ്. ഈ റിഹേഴ്സൽ കണ്ടുകൊണ്ടാണ് KR വേലാനും ഉമിക്കരി ഇടാൻ തോന്നിയത്. എനിക്ക് ഉമിക്കരിയുടെ തോന്നിയത്, എന്റെ അനിയന്തിയിലും ഉമിക്കരിയുടെ തോന്നിയത്. ഞങ്ങള് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഫുട്ബോൾ കളിക്കാൻ പോകാറില്ല, ക്രിക്കറ്റ് കളിക്കാൻ പോകാറില്ല. അതൊക്കെ പോന്നത് അന്ന് ചുട്ടിക്കോല് കളിക്കാറില്ല, അതിനും പോകാറില്ല. ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യാൻ പോവാ. റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ലിസ്റ്റർ ടൈമില് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ചെയ്യാം, നമുക്ക് നാടകം കളിക്കാം. റിഹേഴ്സൽ അന്ന് നാടകമല്ല, അച്ഛനോ കാണിക്കുന്ന റിഹേഴ്സൽ നമ്മളോട് കാണിക്കാം. അതാണ് എനിക്ക് തുടങ്ങാൻ. സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല. അപ്പൊ അതിപ്പോ വേലായുധൻ KR ഇങ്ങനെ താടി വെച്ചിട്ട് വരും, ഞാൻ രണ്ടുപേരും താടി വെച്ച് ഇങ്ങനെ ശരിയാവും എന്നൊരാള് മതി. അങ്ങനെയുള്ള ഇതന്നെ മാത്രമാണ് സ്ക്രിപ്റ്റ്. ഈ ഓടിന്റെ കഷ്ടം വരച്ചിട്ട് ഇങ്ങനെ വരച്ചതിന്റെ ചോന്ന സാധനം അതിന്റെ ഈ റൂഷിന് വലിപ്പുള്ള റൂഷ് അതിന് വരക്കിട്ട് അങ്ങനെ ചെയ്ത് നിങ്ങൾ. അപ്പൊ അതിലും നാടകം കണ്ടെത്താന്നല്ല എന്റെ, അതിന് നാടകം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തിരിച്ചാലോചിക്കുമ്പോ അതിൽ വേണമെങ്കിൽ ഒരു നാടകം കണ്ടെത്താം. അതിന് നാടകം വേണമെങ്കിൽ അങ്ങനെ നാടകം വേണമെങ്കിൽ ഉണ്ടാക്കാനി. അല്ല, അതൊരു ഹാപ്പനിങ് തിയേറ്റർ പോലെ അത്രയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പം എല്ലാവരും എന്താ സ്കൂൾ കാലഘട്ടത്തില് അങ്ങനെ നാടകങ്ങളിലാണോ? അതെ, ഞാൻ സ്കൂൾ നാടകങ്ങളിൽ ഞാൻ സ്കൂൾ നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. സ്കൂൾ നാടകങ്ങൾ കഴിച്ചിട്ട് കളിച്ചതിന് ശേഷം ഞാൻ കേരള പ്രീ യൂണിവേഴ്സിറ്റിയാണ്, ഡിഗ്രി ഇല്ല, കൊണ്ട് എന്നെ ചേർത്തു. അപ്പൊ എന്റെ അച്ഛനും മോഹം എന്റെ ഒരു സംഗീതക്കാരനായിരുന്നു. ഉണ്ടായിരുന്നു. ഞാൻ 5 വർഷം വീണ പിടിച്ചാണ്, 2 വർഷം മൃദംഗം പിടിച്ചാണ്. കേരള ചേർന്ന ആ വർഷം തന്നെ എന്നെ അക്കാഡമിയിൽ പാലക്കാട് മ്യൂസിക് അക്കാഡമിയിൽ അഡ്മിഷൻ എടുത്ത് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ 1 വർഷം പഠിച്ചു. ഞാൻ സംഗീതക്കാരനായില്ല, നാടകം തന്നെ ആയിപ്പോയി. ഇല്ലില്ല, അത് വളരെ പ്രയോജനം എനിക്ക് സ്റ്റേജ് ചെയ്യുന്നു. താളബോധം, വോയിസ് മോഡുലേഷൻ, അതിന് സംഗീതം ഭയങ്കര സഹായിക്കും. അടിസ്ഥാനപരമായ സംഗീതം നടന് ഈ ബോധമില്ലെങ്കിൽ, താളബോധം സംഗീതബോധം ഇല്ലെങ്കിൽ ഇത് നടൻ പൂർണ്ണമാവില്ല എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. അല്ലാതെ ചെയ്യുന്നവരുണ്ടാവാം. എനിക്ക് ചെയ്യാൻ പറ്റുമോന്ന് വെച്ചാൽ പഠിച്ചില്ലായിരുന്നു, ചിലപ്പോൾ ചെയ്തേക്കാം. ഇതിനെ സഹായിക്കുന്നു.
അതൊരു ആവശ്യ ഘടകം കൂടിയാണ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ നാടകങ്ങള് ആ കാലത്ത് ഈ സ്കൂൾ നാടകങ്ങള് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് സീരിയസ് ആയിട്ടൊരു നാടക അപ്രോച്ച് വരുള്ളൂ നമുക്ക്. അത് പറഞ്ഞ എങ്ങനെയാ വെച്ചാൽ ഞാൻ ഈ സ്കൂൾ നാടകം കഴിഞ്ഞിട്ട് കേരളത്തിൽ ചേർന്നു. ആ കൊല്ലം തന്നെ ഒരു വർഷമുള്ളത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. എക്സാം എഴുതിയില്ല. എക്സാം എഴുതാത്തതിന് കാരണം വെച്ചാൽ അന്ന് അച്ഛനും കൂടിയിട്ട് തൃശ്ശൂരിൽ നിന്നൊരു കേരള ലെവലിന് പി നരേന്ദ്രനാഥിന്റെ ഒരു നാടകം തേജവും നാടകം കളി. ശ്രീമുഖാരം വിജയേട്ടൻ, അച്ഛൻ MS നമ്പൂതിരി, കോഴിക്കോട് വിലാസിനി. കോഴിക്കോട് വിലാസിന്റെ ആദ്യത്തെ പ്രൊഫഷണൽ ആളാണ് എന്നെ ഇവിടെ ആദ്യം കളിക്കുന്നത്. അത് വിജയേട്ടന് ജോണ്ടിസ് ആയിട്ട് കളിക്കാൻ വേണ്ടി അച്ഛൻ എന്നെ വിളിച്ച് ചെയ്യുക. അങ്ങനെ എന്റെ പ്രൊഫഷണലാണ്. ഞാൻ ആദ്യത്തെ പ്രൊഫഷണലാണ് അച്ഛന്റെയും MS നമ്പൂതിരി, കോഴിക്കോട് വിലാസിനി, MS വാരന് ഇവരെവിടെ കളിക്കുന്നത്. ആ ഒരു സീസൺ മുഴുവൻ കളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഒരു നാടകം ട്രാക്കിലേക്കാണ് വന്നത്. അത് കഴിഞ്ഞ ആ വർഷം തന്നെ സംഗീത അക്കാദമി ഒരു നാടക കളരി നടത്തി 3 മാസത്തെ ജി ശങ്കരപിള്ള സാറ് ഡയറക്ടറാണ്. അങ്ങനെ ചെയർമാനായിട്ട്. അപ്പൊ എനിക്ക് അതിന് പോവാം. ഞാൻ 3 വർഷം അത് കഴിഞ്ഞു. 3 മാസം അത് ചെയ്തു. അത് ചെയ്തിരിക്കുന്ന സമയത്ത് തൃശ്ശൂർ CO ആൻഡോ ഒരു ട്രൂപ്പ് തുടങ്ങി. അങ്ങനെ 1 മണിക്കൂർ ഗാനമേള, 1 മണിക്കൂർ ചെറിയ നാടകം, നാടകം. അതിന്റെ പേര് ഞാൻ നാടകത്തിന്റെ പേര് ഓർമ്മയില്ല. അത് ഞാൻ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് KPS നാടകങ്ങളാണ് കളിക്കുന്നത്. അപ്പൊ ഗണേഷ് ഭായി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ KPS എന്നോടല്ല ആൻഡോട്ടോട് പറഞ്ഞു KPS നടത്തണം. അപ്പൊ ഞങ്ങള് 2-3 ചെറുപ്പക്കാരനാണ്. ഇതിൽ ആരെങ്കിലും ഒരാളെ കൊണ്ടോണം. അപ്പൊ ആൻഡോട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഇത് കൊണ്ടുപോകണമെങ്കിൽ നേരെയാവുന്നൊരു കേസ് കേട്ട് പ്രേമനെയാണ്. അങ്ങനെ KPS കൊണ്ടുവന്നു. യന്ത്ര സുദർശനം. അത് കഴിഞ്ഞിട്ട് ഭരതക്ഷേത്രം, അത് അദ്ദേഹത്തിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ പിള്ളേരുടെ മന്നന്തരം. അപ്പൊ ഈ യന്ത്ര സുദർശനത്തിലൊരു പാർട്ടി സഹായത്തിനോട്, ഭരതക്ഷേത്രത്തിലൊരു വിപ്ലവകാരിയായൊരു വാരന് പയ്യൻ. അത് കഴിഞ്ഞിട്ട് ഒറ്റ ചേഞ്ച് ഈ മന്നന്തരം ഒരു 90 വയസ്സുകളിലേക്ക് അതാ ചേഞ്ചാണ് എന്നെ ടോട്ടൽ എനിക്കൊരു ലിഫ്റ്റ് ഉണ്ടാക്കി. അല്ല മൊത്തം അതാണ് നമ്മുടെ മലയാള നാടകവേദിയില് പൊതുവെ ശീലമില്ലാത്ത അല്ലെങ്കിൽ കണ്ട് ശീലിക്കാത്ത രീതിയിൽ വളരെ ഇപ്പൊ നമ്മളിപ്പോ ഒഥല്ലോ കളിക്കുന്ന മാതിരി അന്ന് അല്ല വളരെ പ്രതീകാത്മകം കൂടിയാണല്ലോ ശില്പി എന്ന് പറയുന്ന കഥാപാത്രം. അപ്പം അത് ചെയ്യുന്ന കാലത്താണെങ്കിൽ പ്രേമേട്ടൻ വളരെ ചെറുപ്പക്കാരൻ, വളരെ ചെറുപ്പം. എനിക്ക് 23 വയസ്സായിരുന്നു. അപ്പൊ അക്കാലത്ത് അത് ചെയ്യാൻ തന്നെയല്ല. ഞാൻ നാടകം കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിടത്തോളം അത്രയേറെ സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു വേഷം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല എന്ന്. കാരണം ആ പ്രായത്തിൽ അത് രാജി ചോദിക്കുന്നതിൽ വലിയ വളരെ ചോദ്യം കൗണ്ടറുണ്ട്. ആ പ്രായത്തിൽ അത്ര അധ്വാനം ചെയ്യേണ്ടി വന്നില്ല എന്ന് കുഴപ്പമാണ്. 20-23 വയസ്സിൽ ഞാൻ അത്ര 90 വയസ്സുള്ള ക്യാരക്ടർ ചെയ്യുന്ന ആ അധ്വാനം ഇന്നിപ്പോ ഞാൻ 49 വയസ്സിൽ ഒത്തുകളി ചെയ്യുമ്പോഴുണ്ട്. തിരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആരോഗ്യപരം ഒന്നല്ല. പലപ്പോഴും പലരും എന്നോട് ഇന്നൊരാള് ചോദിച്ചൊരു സംഭവം, എന്താ അധ്വാനം എടുക്കണേ? ആക്ച്വലി അധ്വാനം എന്ന് പറയുന്നത് മെന്റലിയാണ് കൂടുതൽ, ശാരീരികമല്ല. അത് കാഴ്ചക്കാരൻ ഞാൻ ശാരീരികമായിട്ട് തോന്നാം. അതല്ല, അല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ എനിക്ക് കഴിയില്ലായിരുന്നല്ലോ. ഇവിടെ തന്നെ ദോഹയിൽ തന്നെ ഒഥല്ലോ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഒരാളെന്നോട് പറഞ്ഞു, ഞാൻ ടയർഡായില്ലേ? ടയർഡൊന്നുമല്ല ഞാൻ. എന്ത് ടയർഡ്? ഞാൻ അത് ഓർമ്മിപ്പിക്കില്ല എന്നെ എന്ന് പറഞ്ഞ നമ്മുടെ ക്യാരക്ടർ. എന്നോട് വേറെ ആളെ പറഞ്ഞു, ഫസ്റ്റ് ഷോന് ആള് കുറവായിരിക്കും, സെക്കൻഡ് ഷോന് ഫുള്ളാവും. അപ്പൊ ഫസ്റ്റ് ഷോന് മയത്തിൽ ചെയ്താൽ മതി, മറ്റു അപ്പൊ ഞാൻ പറഞ്ഞു 2 കളി അറിയില്ല, 2 തരം കളി അറിയില്ല.
കാരണം അത് തന്തയ്ക്ക് പറഞ്ഞു പോയി എന്നുള്ള പ്രശ്നം. കള്ളക്കളികളില്ല നമുക്ക്. ഇപ്പൊ ഈ നാടകരംഗത്ത് വരുമ്പോ ഇതിന്റെ ഒരുപക്ഷെ പ്രചോദനം പിന്നെ അച്ഛൻ ഗുരുനാഥൻ അല്ലെങ്കിൽ ഒരു ഗുരുസ്ഥാനീയനായിട്ട് പ്രമേട്ടൻ പൊതുവെ ആദ്യത്തെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് അതിന്റെ ആദ്യത്തെ ഗുരുനാഥൻ അച്ഛൻ തന്നെയാണ്. പിന്നെ അടുത്ത ഗുരു എന്ന് പറഞ്ഞാൽ അടുത്തത് ഞാൻ നാടകങ്ങളായിട്ടില്ലായിരുന്നു ജി ശങ്കരപ്രസാദ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് KPS തോപ്പിൽ ബാസ്. അദ്ദേഹത്തിന്റെ കൂടെ ഏറ്റവും കൂടുതൽ നാടകം കളിച്ചിട്ടുള്ള ആളെ ഞാൻ തന്നെ KPS. ഒരുപാട് നാടകത്തിൽ എണ്ണം നോക്കുകയാണെങ്കിൽ തോപ്പിൽ ബാസ് ഡയറക്ട് ചെയ്തിട്ട് KPS ഏറ്റവും കൂടുതൽ നാടകം കളിച്ചിട്ട് ഞാൻ. KPS ലളിത KPS തന്നെയൊന്നല്ല, ജനം അറിയുന്ന അങ്ങനെയായിരിക്കും. പക്ഷെ ഞാൻ 16 വർഷം അദ്ദേഹത്തിനോട് തന്നെ അതിന്റെ ഇടയ്ക്ക് എന്നെ നാടകം ചെയ്തിട്ടുണ്ട്, KT ഉമാന്റെ നാടകത്തിന്റെ SL പുരം ചെയ്തിട്ടുണ്ട്. അവരെയും കൂടെയും സാധിക്കാൻ പറ്റിയിട്ടില്ല. മലയാള നാടക ആചാര്യന്മാർ നമ്മൾ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന തോപ്പിൽ ബാസിയുടെ NN പിള്ളയുടെ KT ഉമാന്റെ SL പുരത്തിനെ കൂടെ ഞാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാം KPS വെച്ചിട്ടുണ്ട്. ഇപ്പം കുട്ടിക്കാലത്ത് പ്രേമേട്ടൻ കാണുന്ന നാടകങ്ങള്, അച്ഛന്റെ നാടകങ്ങള് കണ്ടിരിക്കുമ്പോ അന്ന് നാടകവേദിയിലേക്ക് കടന്നു വരാത്തൊരു കാലത്ത്, അല്ലെങ്കിൽ നാടകം അങ്ങനെ സ്കൂൾ നാടകങ്ങൾ ഉണ്ടാവും, പക്ഷെ ഒരു നടൻ എന്നുള്ള നിലക്ക് ആയിത്തീരുക അല്ലെങ്കിൽ അങ്ങനെ ആവുന്നതിന് മുമ്പ് അച്ഛന്റെ നാടകങ്ങൾ കാണുമ്പോൾ പ്രേമേട്ടന് ഇങ്ങനെ എനിക്കൊരു നടനായി തീരണം എന്നങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലില്ല. അച്ഛന്റെ നാടകങ്ങൾ ഞാൻ കാണുന്നത് നമ്മളൊന്നും കണ്ടുണ്ട്. ഋതുമതി അല്ല, അത് കണ്ടില്ല. കണ്ടിട്ടില്ല. ഞാൻ അത് കാണാൻ ചില വളരെ എനിക്ക് വളരെ ഓർമ്മയില്ലാത്ത സമയത്തുള്ള വീണ്ടും റീസെറ്റ് ചെയ്തിട്ടുള്ളത് അത് വാദപ്പോഴും ഞാൻ കണ്ടില്ല. ഞാൻ അങ്ങനത്തെ നാടകങ്ങൾ നമ്മളൊന്നും കണ്ടു. പിന്നെ അങ്ങനെ ഭയങ്കര സാധനം ചെയ്തിട്ടുണ്ട്. ഇവിടെ മലയാളത്തിൽ ആർക്കും അറിയില്ല എന്നുള്ള സംഭവം. KP കേശവന്റെ ഒരു നാടകം അറിയും, മഹാത്മാ എന്നുള്ള നാടകം. ഗാന്ധി ഗാന്ധിയുടെ ചരിത്രം തന്നെ. അത് ഗാന്ധിയുടെ അച്ഛനാണ് ചെയ്തത്. സ്റ്റിൽസ് ഒക്കെ ഉണ്ട്. അത് കണ്ടു. അതിപ്പോ ഈ 100-ാം വർഷത്തിന് കണ്ടില്ല. ഞാൻ അതെല്ലാതിനും മുമ്പ് ഒന്നും കണ്ടില്ല. അച്ഛന്റെ പെർഫോമൻസ് ഈ 3 ഞാൻ കണ്ടു. നമ്മളൊന്നും കണ്ടുണ്ട്, ഈ മഹാത്മാ കണ്ടുണ്ട്, പിന്നെ ഈ അടുക്കള രംഗത്തേക്ക് പിന്നെ കളിക്കുന്നുണ്ട്. അന്ന് ഇവര് കളിച്ചിരുന്ന ഒരു നാടക സമിതിക്ക് കേരള കലാവേദി. അക്കാലത്താണോ ഈ മറ്റേ നമ്മളൊന്ന് കണ്ടത്? നമ്മളെന്താണോ അവര് ആദ്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇന്നത്തെ അന്നും പാർട്ടി ഒന്നായിരുന്നല്ലോ. അക്കാലത്ത് മലബാറിലെ പാർട്ടിയുടെ സംഘടനയാണ് കലാവേദി. തെക്കോട്ടുള്ള സംഘടന KPS. അങ്ങനെയായിരുന്നു. അത് ഇവിടെ ഒരു കൊമേഴ്സ്യലായിട്ട് അത് പോയില്ല, ഇവിടുത്തെ അവർ കൊമേഴ്സ്യലാക്കി. അത്രയുള്ള വ്യത്യാസം. ഞാൻ ഇതിൽ രണ്ടിലും കളിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് അർത്ഥം. കേരള തുടങ്ങി KPS എത്തി ആദ്യം തുടക്കം ഇതിന്റെ മൊത്തം കേരളത്തിന്റെ 2 മേഖലകളിലെ നാടകങ്ങളിലും പ്രോഗ്രസീവ് മൂവ്മെന്റിന്റെ പുരോഗമനം അതില് രണ്ടിലും വന്നു. ഇപ്പം എന്തായാലും ശരി, നാടകങ്ങൾ ജനങ്ങൾക്ക് വളരെയധികം സന്ദേശങ്ങൾ കൊടുക്കുകയും അല്ലെങ്കിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളിൽ അത്തരം ഒരു പ്രചരണം നല്ല സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നാടകങ്ങളുടെ ഭാഗമായിട്ട് എക്കാലത്തും നിൽക്കാൻ കഴിയുന്ന അത്തരം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അത്തരം നാടകങ്ങളിൽ സഹകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ മറ്റു നാടകങ്ങളെക്കാൾ അത് നന്നായി തോന്നില്ലേ? അത്തരം നാടകങ്ങളാണ് കളിച്ചത് എന്നുള്ളത്. പിന്നെ അതല്ല എനിക്ക് ഞാൻ പറഞ്ഞാൽ ഞാന് അന്ന് ഏകദേശം KPS കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ നടനായി മാറുമായിരുന്നു. യാതൊരു സംശയമില്ല. അപ്പൊ അത്തരം ഒരു എന്താ പറയാ ഒരു സംരംഭങ്ങളുടെ ഭാഗമാവാൻ കഴിയും എന്നുള്ളത് തന്നെയാണുള്ളൂ. അത് എന്റെ ടോട്ടൽ എനിക്ക് നാടല്ല 25 വർഷത്തെ നാടലായിട്ടുള്ള എനിക്ക് കിട്ടില്ല 16 വർഷമാണ് എന്റെ ഏറ്റവും വലിയ. അതിൽ ഞാൻ സാമ്പത്തികം ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ പറഞ്ഞത്. എന്റെ പ്രൊഫഷനില് ഞാൻ എന്റെ ജോലിയില് ഞാൻ എന്റെ മാക്സിമം എത്താൻ പറ്റുള്ളത് ഈ 16 വർഷത്തില് KPS ജീവിതത്തിന്റെ.
അത് ഒരു 16 വർഷം ഒന്നിച്ചല്ലായിരുന്നു, പലതവണയും വന്നും പോയിട്ട് വന്നും പോയിരിക്കാൻ കാരണം വെച്ചാൽ എനിക്ക് ആയിട്ടിടയ്ക്ക് വല്ല സിനിമയ്ക്ക് പോകുമ്പോൾ ഞാൻ പോരും, അവരുടെ സിനിമയ്ക്ക് പോകണം അങ്ങനെ ബന്ധം. അങ്ങനെ ബാസാറിനെ തന്നെ ആദ്യ സിനിമയിലെ നല്ല റോൾ ചെയ്തല്ല, എന്റെ നീലാകാശം സെക്കൻഡ് ഹീറോ ആയിട്ട് ഞാൻ ചെയ്തില്ല. ആ പുള്ളിയുടെ താൻ ഇന്ത്യൻ സിനിമയ്ക്ക് ഒന്നും ശരിയാവില്ല എന്ന് പറയാം. ഞങ്ങള് വടക്കൂടെ കഴിഞ്ഞു തല്ലുകൂടി പിരിഞ്ഞില്ലേ. ഒരു അവസാനം ഞാൻ ചെന്ന് പറയുമ്പോ കുഴപ്പമില്ലടോ, എന്റെ അജയൻ പുള്ളുമല്ല, അജയൻ മറ്റേ മണിക്കല്ലോ മറ്റേ പെരുന്തച്ചൻ, എന്റെ അജയൻ ചെയ്ത തെറ്റുമാരി ഞാൻ കാക്കാക്കിയാണ്, എന്റെ തെറ്റ് പറ്റുന്നത് താൻ പ്രേംജി ചെയ്ത മാതിരി കാക്കാക്കി മതി എന്ന് പറയും. മനസ്സിലായി? അത്ര അങ്ങനെ ബന്ധമായിരുന്നു. ഈ മറ്റേ സിനിമയിലെ ഇപ്പൊ എന്റെ നീലാകാശത്തില് ആണല്ലോ ആദ്യത്തെ സിനിമ ദ്വീപ്, രാമുകാരായിട്ട് ചെയ്ത് എന്റെ അച്ഛനെയും ഫിലിമിൽ ഇൻട്രസ്റ്റ് ചെയ്തിട്ടില്ലേ, മിന്നാമിനിങ്. ഈ ദ്വീപ് എന്ന് പറയുന്നത് അബൂബക്കറൊക്കെ അഭിനയിച്ച ആ സിനിമ പിന്നീട് റിലീസായില്ല. റിലീസായി എന്റെ ക്യാരക്ടർ ഔട്ടായി പോയി. അത് അന്ന് അടിയന്തരാവസര സമയമായിരുന്നു. ക്യാരക്ടർ എടുത്ത് കളയുന്നത് ഒരു നെക്സ്റ്റ് നമ്പൂരി യുവാവിന്റെ ക്യാരക്ടറായിരുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ തീ വെച്ച് കളയുക നല്ല സീനൊക്കെ കളഞ്ഞു. ഇപ്പൊ പിന്നെ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴും എടുത്തു കളഞ്ഞതിന് ശേഷമല്ല. അപ്പൊ ഞാൻ അതിൽ ഉണ്ടെന്ന് പറയാം, കാണാമെന്നല്ല, എന്റെ ഒരു ക്യാരക്ടർ ഫുൾ ടൈം ഒരു ക്യാരക്ടർ ചെയ്തില്ലെന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ആദ്യത്തെ സിനിമ ദീപം എന്ന് പറയാൻ അല്ല, അത് അക്കാലത്ത് അല്ലല്ല ഈ നാടാക്കളൊക്കെ കഴിഞ്ഞ അത് തന്നെ വിജയം കാരോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. വിജയം കാരോട്ടൊക്കെ അസിസ്റ്റൻസ് ആയിരുന്നു. ഈ ദീപ് കഴിഞ്ഞിട്ടാ ഞാൻ ഈ എന്റെ നീലാകാശത്തിലെ വേഷം പ്രധാനപ്പെട്ട ഒരു വേഷമായിരുന്നു, അല്ലെങ്കിൽ ആരാണ് എന്നൊക്കെ ആളുകൾ ചോദിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വേഷമായിരുന്നു. പക്ഷെ പിന്നീട് എന്തുകൊണ്ട് സിനിമയിൽ അങ്ങനെ അന്ന് ഈ എന്റെ നീലാകാശത്തിന്റെ സമയത്തൊക്കെ മദ്രാസിലാണ് സിനിമകള്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. എനിക്ക് ഈ APSC വിട്ടിട്ട് മദ്രാസിൽ പോയി നിൽക്കാനുള്ള സംവിധാനം ഇല്ലാത്ത, സാമ്പത്തികമായിട്ട് ഒരുപാട് സംവിധാനം കുറവുണ്ടായി. എന്നാൽ പോലും ബാസാറോട് താൻ അവിടെ വാഴടോ അവിടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്കൊരു ധൈര്യമില്ലായ, എന്റെ ധൈര്യക്കുറവായിരുന്നു. എപ്പോഴും നമ്മുടെ കഥാപാത്രങ്ങളില് ഇപ്പൊ മലയാള തനിമയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, ഉദാഹരണത്തിന് MT കഥാപാത്രങ്ങൾ, ഇത്തരം കഥാപാത്രങ്ങളെ പ്രമേയം ചെയ്യുമ്പോൾ അല്ല, അത് രണ്ടും രണ്ടാണല്ലോ. ഇപ്പൊ നമ്മള് നാടകങ്ങളിൽ APSC നാടകങ്ങളിലുള്ള കഥാപാത്രങ്ങൾ പോലുള്ള കഥാപാത്രങ്ങളല്ല ഞാൻ ഈ പറയുന്ന ഇപ്പൊ MTയുടെ അമ്മാവനായാലും അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ അതിനോട് പ്രമേയത്തിന് കൂടുതൽ ഒരു അടുപ്പമുള്ള പോലെ, അല്ലെങ്കിൽ അത്തരം കഥാപാത്രം അത് അങ്ങനെ പറയാറില്ല. ഏത് ക്യാരക്ടർ ആരും ഇപ്പൊ രാജു നാളെ ചെയ്യുകയാണെങ്കിൽ എന്നെ വിളിച്ചിട്ടുണ്ടോ, ഞാൻ നിങ്ങളത്തെ ക്യാരക്ടറോട് മാക്സിമം അതിപ്പോ അല്ലാതെ MTയുടെ ആണ് മറ്റേ അങ്ങനെ തോന്നാറില്ല, തോന്നിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ കഴിയില്ല. അത് അങ്ങനെ കഴിയുന്നില്ല. ഇപ്പൊ ഷേക്സ്പിയറുടെ നാടകം കളിക്കുമ്പോ ഓത്തല്ലോ കളിക്കുമ്പോ ഷേക്സ്പിയറുടെ ആണല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത്. അത്തരം കഥാപാത്രങ്ങളോട് നമുക്ക് കൂടുതൽ എന്തെങ്കിലും സ്നേഹം തോന്നുന്നുണ്ടോ? ഇല്ലില്ല. MTയുടെ സാന്നിധ്യത്തിൽ ഒരു പ്രത്യേകത എനിക്ക് തോന്നില്ല. പുള്ളി വള്ളുവനാടൻ ഭാഷയും നമ്മുടെ തൃശ്ശൂരിലെ കൾച്ചറും എൻ്റെ ഒരു നമ്പൂതിരി എന്നുള്ളൊരു കൾച്ചറും എല്ലാം കൂടി നോക്കുമ്പോ ഭാഷകളിൽ വളരെ അടുപ്പം തോന്നും. അപ്പൊ പ്രസന്റ് ചെയ്യുമ്പോൾ ഫുള്ള് ഒരു ലോക്കൽ അല്ല കൊളോക്കിയൽ ലാംഗ്വേജ് ഒക്കെ അങ്ങനെ ഒരു സംഭവം വന്നേക്കാം. എന്നല്ലേ അതിൽ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നുന്ന സാധനം നാലുകെട്ട് കണ്ടു. ഈ വല്യമ്മാവന്റെ ആദ്യകാല അതിന്റെ ക്ലൈമാക്സ് കണ്ടു. അതിനെ വരുമ്പോഴേക്കും വളരെ അവശനാവുന്ന സംഭവം. ആദ്യത്തെ ക്രൂരനായ മോനുണ്ട്. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു പ്രത്യേകത കൊണ്ടുണ്ടായിരുന്നു. അത് ഇതില് മാത്രമല്ല, എനിക്ക് അനുഭവമുള്ളൊരു സാധനം കണ്ടു, പരിണയം കണ്ടു. അതില് ഈ ആളോട് വേഷം കെട്ടാക്കിക്കോളാൻ പറയും. തന്റെ വേഷം കെട്ടി കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ പറഞ്ഞപ്പോഴും വേഷം കെട്ടി വേമാണേ, നടപ്പും ഇരിപ്പും ഒക്കെ വേമാണ്. പക്ഷെ ചെറിയൊരു സംശയം,
വല്യമ്മാനായിട്ട് ഗോവിന്ദന് ഭ്രഷ്ട് കൽപ്പിച്ചതല്ലേ, ഞാനായിട്ട് വിളിച്ച് കളിപ്പിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ഗോവിന്ദ വേഷം അയച്ചോളൂ എന്ന് പറയാം. ഈ സീൻ ഷൂട്ട് ചെയ്യുമ്പോ ഈ തമ്പുരാനായിട്ട് അഭിനയ നടൻ ചെറിയ സംശയം എന്ന് പറയുന്നു. അപ്പൊ ഹരിഹരൻ പറഞ്ഞ അതല്ല, ചെറിയ സംശയം. പറഞ്ഞപ്പോഴേ വേഷം കിട്ടിയോ, കേമാണേ അടുപ്പും നടപ്പൊക്കെ കേമ, ചെറിയൊരു സംശയം എന്ന് പറയുന്നത്. ഇയാളൊക്കെ എന്ത് ചെയ്ത് ഈ ചെറിയ ഈ നീട്ടില് വരില്ല, ഒരുപാട് വേണം റിഹേഴ്സലത്തെ പുള്ളി കഷ്ടിച്ച് ചെറിയ സംശയം, ഷോർട്ടില് പുള്ളി ചെറിയ സംശയം. സ്ക്രിപ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. സ്ക്രിപ്റ്റില് അദ്ദേഹം EMT വാസന മനുഷ്യനെ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ റാട്ടിട്ട് 3 വള്ളിയിട്ടുണ്ട്, ചെറിയ അത്ര ഡീറ്റെയിൽസ് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലും ഡയലോഗ്സിലും. ഒരു സെൻസുള്ള ഡയറക്ടറും ഒരു സെൻസിലുള്ള നടനുമാണെങ്കിൽ ആ സ്ക്രിപ്റ്റ് വായിച്ചാൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ക്യാമറാമാന്റെ സഹായം മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് അല്ലെ. അതുകൊണ്ട് അപ്പൊ രാഘവൻ എന്ന് പറയുന്ന ആൽത്തറയിൽ ഇരിക്കുന്ന ആ ഷോട്ടുകൾ തൊട്ട് ഒരുപാട് സംഗതികളിൽ ആ ഒരു കഥാപാത്രത്തിന് അതിന്റെ എല്ലാ അർത്ഥത്തിലും അതിനകത്ത് വെറുതെ നമ്മൾ സെൻസുള്ള ഒരു നടൻ MT വാസുദേവൻ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഡയറക്ടർ പോലും സ്ക്രിപ്റ്റ് ആരായിരുന്നു? ഡയലോഗ്സ് അത് ജോർജ് ഓണക്കൂറിന്റെ പോലെ അകലെ ആകാശം. ഈ ഭ്രാന്തന്മാരായതെന്ന് പറയുന്ന മാതിരത്തെ ഒരു കഥാപാത്രം ആണല്ലോ MT ടച്ച് അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതില് മറ്റേ ആ കൂട്ടിലടച്ചൊരു പക്ഷി എന്നൊക്കെയുള്ള പാട്ടാണ്. അപ്പൊ ആ പാട്ട് വരെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ആ സിനിമ ഒരു പുതുമയായിരുന്നു. അപ്പൊ അത്തരം ഒരു കഥാപാത്രങ്ങൾ ഇപ്പൊ വീണ്ടും ഈ നാലുകെട്ടൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് അത് ഇത്രയേറെ ഒരു ഹൃദയസ്പർക്കായി നിന്നതിന്റെ ഒരു സംഗതി ഈ ഒരു ടച്ചും ഈ പറഞ്ഞ ഈ ഒരു ജീവിതത്തിന്റെ ആ പ്രമേന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലമായിട്ട് നല്ല ബന്ധമുള്ള ഒരു കഥാപാത്രമായിരുന്നു. പിന്നീട് സിനിമയിലെ പലരും ചോദിക്കാറുണ്ട് പ്രേമേന്ദ്രൻ പിന്നെ സിനിമയിൽ വന്നില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. അതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ചോദിക്കാനുള്ള കാരണം. കാരണം ചില ഇതുകൊണ്ട് ഈ മദ്രാസിലെ പ്രശ്നങ്ങളായി അത് മാത്രമല്ല, ഞാൻ സിനിമയ്ക്ക് വേണ്ടി പോകാറില്ല, സിനിമ അന്വേഷിച്ചു പോകാറില്ല. സിനിമ എന്നെ അന്വേഷിച്ചു വരാൻ ഞാൻ ഒരിക്കലും വാശി പിടിക്കുന്നില്ല. സിനിമ എന്ന് പറഞ്ഞൊരു പ്രത്യേക ലോകത്തെ സംസ്കാരമൊക്കെ, അതിനോട് എനിക്ക് പലതും ചോദിക്കാൻ പറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഘടകം വേറൊന്നല്ല, നമ്മള് രാജൊരു പ്രൊഡ്യൂസറാണെങ്കിൽ ഡയറക്ടർ ആണെങ്കിൽ ഞാൻ പ്രൊഡ്യൂസർ എന്നുള്ള ഞാൻ ആസ് എ ഡയറക്ടർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ നടൻ എന്നുള്ളതിൽ ഞാൻ അല്ലാത്തൊന്നും ഞാൻ ബഹുമാനിക്കില്ല. എന്നെ ബഹുമാനിക്കുന്ന ആരും ഞാൻ ആവശ്യപ്പെടാറില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. അത് ചെയ്യാ ഇത് അങ്ങനെയല്ല വേണ്ട. സിനിമയ്ക്ക് ഏത് ഡയറക്ടറായാലും പ്രൊഡ്യൂസറായാലും എനിക്ക് ഈ ക്യാമറയുടെ മുമ്പിലോ സ്റ്റേജിലോ എല്ലാം അഭിനയിക്കാറ്. സിനിമയ്ക്ക് ആവശ്യത്തിൽ അതിന് പുറത്തുള്ള അഭിനയങ്ങളാണ്. ആ പുറത്തുള്ള അഭിനയത്തിന് ഞാൻ പറ്റില്ല. ഞാൻ എന്നോട് എന്റെ സിനിമാ സുഹൃത്തുക്കളെ താനെ ഭയങ്കര പൂർവ്വമാണ്, തനിക്ക് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യൂടെ എന്ന് പറയും. ഞാൻ എനിക്ക് വേണ്ടത് അങ്ങനെ ഒരു സംഗതി ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നഷ്ടം ഒരുപാട് സംഭവിക്കുന്നുണ്ട്. സിനിമകളിൽ എണ്ണം കുറവാണ്. എണ്ണം പറയുമ്പോ കാശ് കുറവാണ്. അതൊന്നും എനിക്ക് പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു 1000 വിവരമില്ലാത്തതുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നേക്കാൾ അതാണ് ഞാൻ. രണ്ടാമത്തെ സിനിമയിലെ തിരിച്ചു വരവില്ലേ, ഏത് സിനിമയായിരുന്നു തുടക്കം? വീണ്ടും ഈ അടുത്ത കാലത്ത് പിന്നെ വീണ്ടും പാതയത്തിലായിരുന്നു ബാലേട്ടൻ എന്ന് പറയുന്നത്. അത് ഒരു നല്ല ഭരതേട്ടന്റെ നല്ല ഫ്രണ്ട്. അവരെ പടത്തിലൊന്നും അഭിനയിക്കാറില്ലെങ്കിൽ അവരുടെ കമ്പനിയിലുണ്ട്. ഇതിനെ എന്നെ വിളിച്ചപ്പോ എന്നെ തെറ്റിദ്ധരിച്ച് വിളിച്ചത്. അങ്ങനെ അതിന്റെ ഒരു ആഴ്ചമ്പാട് തൃശ്ശൂർ കാറിലേക്ക് പോകുമ്പോ ഇന്ത്യൻ ഓഫീസിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്ന കണ്ടു. താടി പൊടിയിട്ടിരുന്നു എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഈ ഒത്തല വിളിക്കുന്നുണ്ട്, പീസ് പോലും ഇല്ലാതെ സമയം. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ താൻ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ പലതട്ട ഒരു വർഷമായില്ല ഞാൻ കളഞ്ഞിട്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ ഓഫീസിൽ തന്നെ കണ്ടിട്ടില്ല, ഞാൻ തന്നെ വിളിച്ച്. അപ്പൊ ഈ നീല അങ്ങനെ വന്ന സംഭവം പറയണേ.
അത് കഴിഞ്ഞിട്ട് ഐസിസിന്റെ സിറ്റി എന്നുള്ള പടം വില്ലൻ ക്യാരക്ടർ. പിന്നെ പ്രദക്ഷിണം ചെയ്തു, ഏഴരക്കൂട്ടം ചെയ്തു. ഏഴരക്കൂട്ടത്തിൽ എന്തായിരുന്നു? ഒരു ആംഗ്ലോ ക്യാരക്ടർ ഫോർത്ത് വെച്ചിലൊക്കെ ക്ലോക്കിന്റെ താഴെ ഇരിക്കുന്ന ഇപ്പൊ ഈ പിഴവ് നടന്നു കഴിഞ്ഞു. കഥാനായകൻ പറഞ്ഞു ഹരൻ സാറിന്റെ പടമുണ്ട്. അല്ല, ഈ സിനിമയില് മൊത്തത്തിൽ അങ്ങനെ ഒരു നാടകം അഭിനയിക്കുമ്പോഴത്തെ ഒരു സംതൃപ്തി ഉണ്ടെന്ന് അവകാശപ്പെടാൻ പറ്റും. സിനിമയില് ഒരിക്കലും സംതൃപ്തി കിട്ടില്ല. കാരണം വെച്ചാൽ സാമ്പത്തിക സംതൃപ്തി മാത്രമേ ഉള്ളൂ. മറ്റ് സിനിമ പൂർണ്ണമായിട്ട് സംവിധായകന് വില. അദ്ദേഹമാണ് എന്റെ ഫൈനൽ. തിയേറ്ററിൽ സിനിമ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ സീൻസ് എടുത്ത് കളയാം, ഷൂട്ട് ചെയ്ത് വീണ്ടും ചേർക്കാം. നാടകം പൂർണ്ണമായിട്ടും നടന്റെ നടിയുടെ വിലയാണ്. ഈ തേർഡ് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ബില്ല്, സെക്കൻഡ് ബില്ല്, ഏത് ബില്ലിന്റെ നാടകം തുടങ്ങി നാടകത്ത് സംവിധായകൻ ഓഡിയനായി മാറി. നാടകം തീരുന്നവരവർക്ക് ഇടപെടാറില്ല. തീർച്ചയായിട്ടും. പിന്നീട് അത് നാടകം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും പറയാന്നല്ലാതെ നേരെ പ്രേക്ഷകനും നടനും നടി മാത്രമേ. അപ്പൊ ആ പൂർണ്ണത കിട്ടുന്നത് എപ്പോഴും നാടകത്തിൽ തന്നെ. അഭിനയത്തിന്റെ പൂർണ്ണത വെച്ച് നമ്മുടെ സംതൃപ്തി കിട്ടുന്നത് അവിടെ തന്നെ. മാനസികം, സാമ്പത്തിക സംതൃപ്തി സിനിമയ്ക്ക് അത് ഒരു പ്രശ്നമില്ല. അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ നമുക്ക്. എന്റെ ശബ്ദമില്ല, നിന്ന് ശബ്ദം അടച്ച് വേറെ ആളെ ഡബ് ചെയ്യിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം പ്രവീണിന് ഒരു മകനാണല്ലോ ഉള്ളത്. മകന് എന്ത് പ്രായമായിട്ടുണ്ട്? സെക്കൻഡ് ഇയർ ആണ്. മകന് നാടക താല്പര്യങ്ങളുണ്ടോ? അവൻ നാടകം സ്കൂളില് നാടകം കളിക്കായിരുന്നു. ഭയങ്കര ക്രൂരതയൊക്കെ ചെയ്യുന്ന നിമിഷം. ആ സ്കൂളിൽ നാടകം അവൻ തന്നെ ഡയറക്ഷൻ. അപ്പൊ എന്റെ വീട്ടിൽ റിഹേഴ്സൽ ഞായറാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച റിഹേഴ്സൽ. അപ്പൊ ഞാനന്ന് നാടകമായിട്ട് നടക്കുന്ന സമയം അതെല്ലാം ഫുൾ ടൈം കളിച്ചു വരുന്ന സമയത്ത് ഞാൻ ഗോപുര നടയിൽ ആണ് അവൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ സ്ത്രീ കഥാപാത്രത്തിനൊക്കെ വെട്ടിമാറ്റി. ഞാൻ എന്ത് വിവരക്കം കാണിച്ചിരിക്കുന്നു. MTയുടെ ഒക്കെ സ്ക്രിപ്റ്റ് നമ്പർ കാണിക്കാം. ഞാൻ ചോദിച്ചില്ല, ഞാൻ ഇടപെട്ടില്ല. അപ്പൊ എന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞ് നിനക്ക് അച്ഛനുള്ള ദിവസം വെച്ച് കൊടുക്കാം, എന്തെങ്കിലും പറഞ്ഞില്ലേ. അപ്പൊ എന്റെ ഒരു മറുപടിയാണ്, അച്ഛച്ച പഠിക്കുമ്പോൾ അച്ഛൻ. മനസ്സിലായി? ആ ഒരു എനിക്കത് ഭയങ്കര സന്തോഷമായി. മനസ്സിലായി? എന്റെ അച്ഛൻ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഞാനിപ്പോ ഇന്ന് നാളെ ദോഹന്ന് തിരിച്ചെല്ലുമ്പോ അദ്ദേഹമാണ് ആദ്യം ചോദിക്കുന്നത്. എന്റെ അമ്മയോ എന്റെ ഭാര്യയുടെ മോനായിരിക്കില്ല ആദ്യം ചോദിക്കുന്നത്. എങ്ങനെയായിരുന്നു നാടകം, റെസ്പോൺസ് എങ്ങനെയായിരുന്നു അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നാടകം കളിച്ച് തിരിച്ചു ചെല്ലുമ്പോ ഇങ്ങനെ ആള് ചോദിക്കാണ്ടെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഓരോ നാടകം കളിക്കുന്നത്. അത് എന്റെ മോന് കിട്ടിയിരുന്നു. അവനപ്പോ എന്താ അച്ഛൻ എന്നെ ചെറുതാക്കിയതല്ല. അവനാ തീർച്ചയായിട്ടും ഒരു ഗുരു സാന്നിധ്യം പോലെ, ഒരു അനുഗ്രഹം പോലെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ഇതൊരു വലിയ കാര്യമാണ്. നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം. അപ്പൊ എന്റെ വൈഫിന് ഭയങ്കര വിഷമായിട്ടാവും. അവൻ ഇങ്ങനെ എന്റെ ഭർത്താവിന് മോശമാക്കി. അതല്ല ഞാൻ പറഞ്ഞ, അതല്ല ശരി. താൻ വടി കൊടുത്ത് അടി മേടിച്ചെന്ന് പറഞ്ഞ ഇപ്പൊ ഇത്ര കാലത്ത് നാടക ജീവിതത്തിനിടയില് എല്ലാവരും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതൊരു ശരിയല്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം അത് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എന്നാലും കുറച്ച് കഥാപാത്രങ്ങൾ എക്കാലത്തും മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ടാവില്ല. അത് ഏതൊക്കെയായിരിക്കും? എല്ലാം ഒരുപാടുണ്ട്. എല്ലാം അങ്ങനെ തന്നെയാണ്. എങ്കിൽ പോലും അതിലും വളരെ ഡിഫറെന്റ് ആയിട്ട് എന്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. ഈ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അത് അത് ഡബിൾ റോളായിരുന്നു. വളരെ ഡിഫറെന്റ് ആയിട്ട് രണ്ട് ക്യാരക്ടർ, ഒരു രൂപത്തിലൊന്നു തന്നെ, കാഴ്ചക്കൊന്നു തന്നെ, ഡയലോഗ് ഡെലിവറി ഗസ്റ്റുകളെല്ലാം മാറും. അങ്ങനെ ചെയ്ത ക്യാരക്ടർ അത് ഒന്ന്. മന്വന്തരം 20 വയസ്സ് 90 വയസ്സ് ക്യാരക്ടർ ചെയ്തതാണ്.
ഭഗവാൻ കാലം മറന്നു നോക്കാൻ പറ്റില്ല. ഭയങ്കര ടെൻഷൻ എടുത്ത് 1.5 വർഷം എപ്പോഴും മരണം സംഭവിക്കും, എപ്പോഴും വെടിവെച്ച് പോലും, എപ്പോഴും വരും, എപ്പോഴും സംഭവിക്കാം. എന്റെ ഭാര്യയും മോന് ചെറുത് കുട്ടി അവനൊക്കെ ഭീഷണിപ്പെടുത്തി അവിടെ വീട്ടിൽ വന്നിട്ട് ഒന്നുകളയുന്നവിടെ സംഭവം. പിന്നെ കേന്ദ്ര മന്ത്രിയുടെ സൗകര്യത്തിൽ നടന്ന ഒരു വർഷം പോലീസ് എസ്കോർട്ട്, പിന്നെ ഈ നിങ്ങളുടെ കമ്മീഷൻ, അതുപോലെ തന്നെ സൂത്രധാരനും അതെ. സൂത്രധാരൻ അങ്ങനെ ഒരു സൂക്ഷിക്കണം എനിക്ക് ഒരുപാട് സെക്കൻഡ് കിട്ടിയ സാധനമാണ്. പക്ഷെ അത് ഞാൻ ഒരു ഭയങ്കര അഡ്ജസ്റ്റബിളാണ് ചെയ്തത്. നല്ലൊരു കോമഡി ക്യാരക്ടറാണ്. കോമഡി എന്ന് പറയാൻ നമ്മുടെ പ്രസന്റേഷൻ അത് അപ്പൊ ആർക്കും ഒരു സ്ട്രെയിൻ എടുക്കേണ്ടി വന്നില്ല. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ സാധനം മെന്റൽ സ്ട്രെയിനും ഫിസിക്കൽ സ്ട്രെയിനും വന്നുള്ള സംഭവങ്ങളാണ്. ഈ KPSCയുടെ മറ്റേ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നാടകരംഗത്തെ മഹാരഥന്മാർ എന്ന് പറയാവുന്ന ആളുകൾ കളിച്ച അത് പിന്നെ പ്രേമേട്ടന് ശേഷം അപ്പൊ ഞങ്ങളെ പോലെയുള്ള നാടക സംഘാടകർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് പ്രേമേട്ടൻ കളിക്കുന്നില്ലാത്ത പിന്നെ ഇനിയിപ്പോ നമ്മളത് കൊണ്ടുവന്നിട്ട് കണ്ടു വിഷമിക്കണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതിലും ഈ ഒരു പരകായ പ്രവേശം എന്ന് പറയുന്ന ഒരു സംഗതി പോലെ കാരണം ഒരിക്കലും ശബ്ദത്തിലോ അല്ലെങ്കിൽ ചലനങ്ങളിലോ ഒന്നും തന്നെ നമുക്കത് ഇത് KPSC പ്രേമേന്ദ്രനാണെന്ന് കണ്ടുപിടിക്കാൻ താമസം വരുന്ന രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യുമ്പോൾ പക്ഷെ അത്രയേറെ പ്രേമേന്ദ്രന്റെ സ്വരൂപത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ട് ചെയ്തൊരു കഥാപാത്രം ഞാൻ മന്നന്തരം കണ്ടിട്ടില്ല. മന്നന്തരം വെച്ച് നോക്കുമ്പോ അതാണോ അത് അത് രണ്ട് സംഭവം. രണ്ട് ഡയറക്ടേഴ്സ്, രണ്ടുപേരും ഡയറക്ടേഴ്സാണ്. മറ്റു NM സാറിന്റെ ഒരു സമീപനം വ്യത്യാസം. NM സാറിന്റെ മന്നന്തരം സാധനം പുള്ളി എഴുതി പുള്ളി ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യും. നിങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞ സാധനം പലരും ചെയ്തതിനു ശേഷം ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാവുകയും സാധനം. അപ്പൊ അതില് മുമ്പ് പലരും ചെയ്ത ആണല്ലോ. ഇപ്പൊ കാമ്പിശ്ശേരി PJ സിനിമയിൽ സത്യം മാഷ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പുള്ളി തൊപ്പിയോസിന്റെ ഡയറക്ട് ചെയ്തു. പിന്നെ എന്നെ ഡയറക്ട് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ അങ്ങേര് അവരൊക്കെ ചെയ്ത സാധനം ചെയ്യുന്ന ഒരു കമ്പാരിസൺ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും പുള്ളി ഡയറക്ട് ചെയ്യുന്നതിൽ. അതേമാതിരി അവളും അന്ന് ആന്റി അങ്ങനെ മൂവ് ചെയ്ത് അങ്ങനെയല്ലേ കാമ്പിശ്ശേരി ഇങ്ങനെ മൂവ് ചെയ്ത് ആ സീൻ തന്നെ ഞാൻ സിനിമയിൽ സത്യം കൊണ്ടിരിക്കും. അങ്ങനെ സംഭവം അത് വന്നിട്ടുണ്ടാവും. അപ്പൊ അതിന് ഞാൻ ഒരു പരിധിവരെ അതിന് വിധേയത്വം അതില്ല. സ്വതന്ത്രമായിരുന്നു. പുള്ളൊരു ആദ്യത്തെ പുള്ളി ഫ്രഷ് ആയിട്ട് പുള്ളിയും കളിച്ചിട്ടില്ല. ആ വ്യത്യാസം ഉണ്ടാവും. ദീർഘകാലം നാടക രംഗത്ത് നിൽക്കുകയും ഈ നാടകങ്ങളുടെ മൊത്തം പ്രേക്ഷകന്റെ പൾസർ എന്ന് നമ്മൾ പറയുന്നത് അത് അടുത്ത കാലത്ത് നമ്മള് കമേഴ്സ്യൽ തിയേറ്റർ എന്ന് പറയുന്നതും പ്രൊഫഷണൽ തിയേറ്റർ എന്ന് പറയുന്നതും രണ്ടുപോലെയാവുകയും കച്ചവടത്തിന് വേണ്ടിയിട്ട് മാത്രം നാടകങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ നാടകങ്ങളുടെ അല്ലെങ്കിൽ വേദികളുടെ എണ്ണം പെരുകി. സമിതികളുടെ എണ്ണം പെരുകി, വേദികളുടെ എണ്ണം പെരുകി ഉണ്ടാകുമല്ലോ. കാരണം എല്ലാ ഉത്സവങ്ങൾക്കും നാടകം കളിച്ചു തുടങ്ങി. അപ്പോഴും പൊതുവേ വന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് നാടകത്തിന്റെ നിലവാരം തകർന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എല്ലാരും പറഞ്ഞു, ഞാനും പറയുന്നു താർന്നിട്ടുണ്ട്. പക്ഷെ സംശയമില്ല, അതിൽ ഞാൻ വരെ ഉത്തരവാദിയാണ്. കാരണം നല്ല നാടകം മാത്രമേ ഞാൻ കളിക്കുള്ളൂ എന്ന് വാശി പിടിച്ചാൽ ഒരു വർഷം നാടകം കളിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇതിഹാസ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്ന നാടകങ്ങൾ അല്ലാതെ പ്രൈവേറ്റർ കളിക്കുന്ന നാടകങ്ങളല്ലാതെ നമ്മുടെ വായനയുടെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രം, എനിക്ക് ഒരുപക്ഷെ അല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സങ്കല്പം ഏതെങ്കിലും ഒരു കഥാപാത്രം ചെയ്യണം എന്നങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചെയ്യുന്നത് ഓരോന്ന് വിളിച്ച് പറയുമ്പോ ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ FT വാസുദേവൻ കാലം ചെയ്യാൻ പോകും സീരിയല്. അപ്പൊ എനിക്ക് സേതു ചെയ്യണമെന്നുണ്ട്. മനസ്സിലായി. ഞാൻ വാസുവിനോട് പറയും ചെയ്തു. വാസുവിനും അപ്പൊ ഒന്നും പറഞ്ഞു ഇങ്ങനെ നമുക്ക് ആലോചിക്കും മാത്രമാണ്.
ആലോചിച്ചിട്ട് കാര്യമില്ല, എന്റെ ഏജ് തന്നെ പറ്റില്ല. പുള്ളി ഇത് 2 ഏജും കൂടി ഒരാളെ കൊണ്ട് ചെയ്യാനോ പുള്ളി ഉദ്ദേശിക്കുന്നത് എന്നെ കൊണ്ട് പറ്റില്ലത്. അങ്ങനെ തോന്നും എന്നല്ലാതെ ഞാൻ അല്ലാതെ കൂടുതൽ മറ്റൊക്കെ ഒരു നോവല് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുത് വായിക്കുമ്പോൾ ഈ കഥാപാത്രങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ആലോചിക്കാറില്ല വെച്ചാൽ അതിന് കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ഡിഫറെന്റ് പറയും. ഇപ്പൊ എന്റെ ഭാര്യ എനിക്ക് കാണുമ്പോ ഇയാളുടെ ഭാര്യയായിരുന്നെങ്കിൽ ഞാൻ എന്ന് പറയുന്ന അവസ്ഥ എനിക്ക് തോന്നാറ്. അപ്പൊ തന്നെ അയൽസ് പെണ്ണും ഞാൻ ആണുമില്ല അതെനിക്ക് തോന്നുന്നു അപ്പൊ തന്നെ. അപ്പൊ അങ്ങനെ ആലോചിക്കും ശരിയല്ല. അതേമാതിരി എനിക്ക് കഥകൾ വായിക്കുമ്പോൾ നോവലുകൾ വായിക്കുമ്പോൾ ഈ ക്യാരക്ടർ ഞാൻ ചെയ്താൽ ക്യാരക്ടർ ഞാൻ ചെയ്താൽ ശരിയാവാ അപ്പൊ എനിക്ക് തോന്നും ഞാനല്ല ചെയ്യണ്ടേ. അപ്പൊ എനിക്ക് ചിലപ്പോ തോന്നും ഇത് ഇപ്പൊ ആരാ ചെയ്യാ മനോജ് ചെയ്താൽ അങ്ങനെ തോന്നും. അങ്ങനെ തോന്നും ഞാൻ ചെയ്യേണ്ടതല്ല. പിന്നെ ആരെങ്കിലും വിളിച്ചു കാലം എന്നോട് ഇങ്ങനെ വാസനം പറഞ്ഞില്ല കാലം ചെയ്യുമ്പോൾ ഡേറ്റ് ഒന്ന് ചാർജ് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ആദ്യം തോന്നിയത് സേതു ചെയ്യണതാണ്. പിന്നെ അപ്പൊ തന്നെ എനിക്കറിയാം സേതു എന്നോട് ചെയ്യാൻ പറ്റില്ല. ഞാൻ വാസനോട് വാസന ആലോചിക്കണമെന്നില്ല, അത് ആലോചിച്ച് നടക്കൂല. ഉള്ളൊരു ലൈൻ അങ്ങനെയാണ്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ അച്ഛൻ ചെയ്ത ഏതെങ്കിലും ഒരു വേഷം പ്രേമേട്ടൻ ചെയ്യണം തോന്നിയിട്ടുണ്ടോ? ഇല്ല തോന്നിയിട്ടില്ല, ഞാൻ ചെയ്യില്ല. അല്ല ഞാൻ പറയുന്നത് അദ്ദേഹം ചെയ്ത ഞാൻ 3 കഥ ഇത് കണ്ടിട്ടുണ്ട്. അതെന്റെ മാക്സിമത്തിൽ ആഗ്രഹം ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അതിനോടൊന്നും അങ്ങനൊന്നും എത്താനുള്ള ആളൊന്നുമില്ല. ഞാൻ അവിടെ ഒന്നും എത്താൻ എനിക്ക് ഒരാർഹതയില്ല. അദ്ദേഹത്തിന്റെ ഒരു തണലിൽ ഇങ്ങനെ നിന്ന് പിരിയാന്നല്ല തന്നെ. അതിനൊന്നും നമുക്ക് നമ്മളെ ആലോചിക്കാൻ പോലും കഴിയില്ല. ഞാൻ ഈ സംഗീതം പഠിച്ച് വോയിസ് മോഡുലേഷൻ പറ്റുന്നൊക്കെ പറയാന്നല്ല, അദ്ദേഹം സംഗീതം പഠിച്ചില്ല. അദ്ദേഹം ചെയ്യുന്ന വോയിസ് മോഡുലേഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനൊരു മുഖത്തിന്റെ ഒരു ഭാഗം കൊണ്ട് ഒരു ഭാഗം കൊണ്ട് കരയും ചെയ്യും. ഈ കഥകളി എന്ന് പറയുന്നൊരു സംഗതി പോലെ അല്ലെങ്കിൽ അത്തരം ഒരു കുട്ടിക്കാലത്ത് ഇങ്ങനെ കഥകളി കണ്ടിട്ടുണ്ട്. കാരണം കഥകളി നിർബന്ധമായിട്ടുള്ളൊരു സംഭവം. അപ്പം ഈ മറ്റേ ഒഥല്ലോ പോലുള്ള ക്യാരക്ടറുകൾ ചെയ്യുമ്പോ വരെ അല്ലെങ്കിൽ പ്രേമേട്ടൻ ഇപ്പോൾ ചെയ്യുമ്പോഴും പ്രേമേട്ടൻ സ്റ്റേജിൽ നിൽക്കുമ്പോ എന്താ പറയാ മുന്നിലിരിക്കുന്ന പ്രേക്ഷകന് ആ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു സംഗതി പ്രേമേട്ടന്റെ ദൃഷ്ടിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ ഒഥല്ലോല് വരെ അത് വളരെയധികം കണ്ണുകളുടെ ഒരു പരിശീലനം പോലെ, അല്ലെങ്കിൽ നമ്മുടെ നാട്യധർമ്മിയായിട്ടുള്ള കഥകളി ചെയ്യുന്ന ഇപ്പൊ അതങ്ങനെ ഒരു മനഃപൂർവ്വം അങ്ങനെ വരുന്നല്ലോ അല്ല, ഒരിക്കലും അതിന് വേണ്ടി ഒരു ട്രെയിൻ ചെയ്യൊന്നും ഞാൻ ചെയ്തില്ല. കണ്ണുകൊണ്ടൊരു കണ്ണ് സാധാരണ ഉണ്ട്. എന്റെ അച്ഛൻ തന്നെ കാണിക്കാറുണ്ട്. അച്ഛൻ കാണിച്ചിട്ടുണ്ട്, അച്ഛനോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അത് ഒരിക്കലും ഒരു സ്റ്റേജിൽ നമുക്കത് വല്ല അറിയാതെ വന്നിട്ടുണ്ടാവാന്നല്ലാതെ വന്നിരിക്കാന്നല്ലാതെ ഞാനത് അങ്ങനെ ഇങ്ങനെ ഒരു ക്യാരക്ടർ അത് വേണം ചെയ്യാറില്ല, ചെയ്തിട്ടില്ല. അച്ഛന്റെ മറ്റേത് ആ ഫോട്ടോ വളരെ പ്രസിദ്ധമാണ്. എന്റെ അടുത്ത് അതിന്റെ ഒരു കോപ്പി ഉണ്ട്. ഏകരോചനം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവാതിരിക്കും, ഫോട്ടോ കണ്ടാൽ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഈ ഒരു സംഗതി ഞാൻ എപ്പോഴും പ്രേമേട്ടൻ സ്റ്റേജ് ചെയ്യുമ്പോൾ ഞാൻ നോക്കാറുണ്ട്. കാരണം അത് വളരെയധികം ഞങ്ങളെ കാണുന്നവനെ ഇതായിട്ട് പിന്നെ ഞങ്ങൾക്ക് തോന്നാറുണ്ട് പ്രേമേട്ടൻ നാടകം കളിക്കുമ്പോ നമ്മളൊന്നും ഈ പണി മേലാൽ ചെയ്തു പോകരുത്, ഇതൊരു നാടകമാണ് എന്നുള്ള നിലയ്ക്ക്. ഇനിയിപ്പോ എന്തായാലും കുറച്ചു കാലമായിട്ട് പ്രേമേട്ടൻ നാടക രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയാണല്ലോ. ഇപ്പൊ പുതിയ സീരിയലുകള് ഏതൊക്കെ? സീരിയല് ടെലികാസ്റ്റ് ചെയ്യാനുള്ള സീരിയല് ഇല്ലം എന്ന് പറഞ്ഞ സാധനമുണ്ട്, പ്രവചനം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, പ്രധാനമായിട്ട് സിനിമ ഇപ്പൊ 15-ാം തീയതി റിലീസ് ഉണ്ട്. കഥാനായകൻ ജയറാം ഹീറോ ആയിട്ട്. ഇപ്പൊ ഈ ദോഹയിലെ ഈ നാടക അവതരണത്തിന് വരികയും ഈ ദോഹയിലെ ആദ്യമായിട്ടാണ് ഒരു പ്രൊഫഷണൽ നാടകം
ദോഹയിലെ പ്രേക്ഷകർ വളരെ അനുഗ്രഹീതരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാല് ആദ്യമായിട്ട് ദോഹയിൽ ഒരു പ്രൊഫഷണൽ നാടകം വന്നത് ഒഥല്ലോ ആയിട്ട് പ്രേമേട്ടനെ പോലെ ഒരാൾ അഭിനയിക്കുക, ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി എന്നുള്ളൊരു സന്തോഷം ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ട്. പ്രേമേട്ടന് മൊത്തം ദോഹയെ കുറിച്ച് തോന്നിയ ഒരു സംഗതി എന്തെങ്കിലും ഒരു ദോഹയെ കുറിച്ചല്ല, മലയാള നാടക ആസ്വാദകർ ഇവിടുത്തെ വളരെ നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ എന്നെ 2 ഷോ ആണല്ലോ വിളിച്ചത്. അപ്പൊ ആദ്യത്തെ ഷോന് ഇതിന്റെ സംഘാടകൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ വളരെ കുറച്ച് ആളെ ഉണ്ടാവുള്ളൂ, രണ്ടാമത്തെ ഷോന് ആള് ഫുള്ളാവും, അപ്പൊ ഒരുപാട് ബാച്ചിലേഴ്സ് ആവും. അതിന്റെ ഇടയ്ക്ക് ഒരാളെന്നെ എന്നോട് പറഞ്ഞു കോമഡി നാടകം ഇവിടെ കാരണം എങ്ങനെയാവും അറിയില്ല. പക്ഷെ ഞങ്ങൾ തുടങ്ങാൻ ഒരു 10 മിനിറ്റ് 15 മിനിറ്റാണ് വൈകി പോകും. ഏറ്റവും പറഞ്ഞൊരു പൂവല് വന്നു. അപ്പൊ ഞാൻ എന്റെ ട്രൂപ്പിന്റെ ഓണറായ ലിഷോയി വെച്ച് താമസിക്കുന്നുണ്ട് തുടങ്ങാൻ നല്ലത്. പക്ഷെ തുടങ്ങി കഴിഞ്ഞിട്ട് ഇരുന്നവരെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ നാടകം കാണുകയും നാടകം കഴിഞ്ഞിട്ട് കൈയടിച്ച് ഞങ്ങളെ അംഗീകരിക്കുകയും ചെയ്യും. അത് ആണ് കോമഡി അല്ല, ഇവിടുത്തെ നാടകങ്ങൾ കാണാൻ നല്ല നാടകം കാണാൻ അവസരം കൊടുക്കാത്ത എനിക്ക് തോന്നിയത്. അപ്പൊ എനിക്ക് അവര് നേരത്തെ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞത് ഭയങ്കര മണ്ടത്തിൽ അവര് നല്ല നാടകം കൊടുക്കുന്നില്ല. നല്ല നാടകം കാണാൻ തയ്യാറുണ്ട്, നല്ല മനസ്സുണ്ടാവില്ല. അത് ഇവിടെ അല്ല, നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള നമ്മുടെ നാട്ടിലെ കാര്യമല്ലോ, ഇത് ടെൻഷൻ പിടിച്ചിങ്ങനെ ജോലി സ്വഭാവങ്ങൾ അതിനകത്തും അവര് തയ്യാറാണ്. അത് വളരെ വലിയ മനസ്സിന്റെ സംഭവല്ലേ. തീർച്ചയായും അതായിരിക്കും തോന്നുന്നത്. അവർക്ക് അതിന്റെ മനസ്സുണ്ട്. ലോകയിലെ എല്ലാ മലയാളികൾക്കും അതിന്റെ മനസ്സുണ്ട്. പക്ഷെ നല്ല സാധനം ഇവിടെ പ്രസന്റ് ചെയ്യുന്നില്ല.